ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. യൂഷ്വലായിട്ടുള്ള വ്ളോഗല്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഓടനാട്ട് KRGPM-HSSലെ NSS സ്റ്റുഡൻസിൻ്റെ വകയായിട്ടുള്ള ഒരു ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പരിപാടികൾ അംഗൻവാടി വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ നമുക്ക് കണ്ടാലോ. ആളെയെങ്കിലും ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, NSS എല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഓരോ അംഗനവാടികൾ അതുപോലെ തന്നെ ഏതെങ്കിലും പൊതുസ്ഥലങ്ങൾ ഇവിടെയെല്ലാം പോയി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് എന്തെല്ലാം മാർഗങ്ങളിൽ കൂടെ ഓരോ കാര്യങ്ങൾ സാധ്യമാക്കാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് കൂട്ടുകൂടി നാട് കാക്കാം എന്നാണ്. അതായത് നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ ലഹരിക്കെതിരെ പോരാടാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഇവിടെ ഞങ്ങൾ 2 പ്രോഗ്രാം പ്ലാൻ ചെയ്താണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ലഹരിക്കെതിരെ ഒരു ക്ലാസ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലഹരി ഉപയോഗിച്ചാലുണ്ടാകുന്ന വിപത്തുകൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാതിരിക്കാം എന്നതിനെപ്പറ്റി. രണ്ടാമത് നമുക്കൊരു നൃത്തശില്പമാണ്, ലഹരിയെ സംബന്ധിക്കുന്ന ഒരു നൃത്തശില്പം. അപ്പോൾ ആദ്യം ഞങ്ങളുടെ ലീഡറായ വളരെ ലീഡറായ ആർട്ടിയെ ഇതിൻ്റെ ഒരു പ്രഭാഷണം, അതായത് ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം നടത്താനുള്ള സ്പീച്ചിന് വേണ്ടി ഞാൻ എല്ലാവരുടെ പേരിലും ക്ഷണിക്കുന്നു. വലിയൊരു ക്ലാസ് കൊടുത്തതിന് ക്ലാസ്. കൂടി നാടുകാക്കാം എന്ന ഞങ്ങളുടെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ സാമൂഹിക പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് എന്ത്? ലഹരിയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ. നമ്മളിപ്പോ ഏത് ദിവസത്തിൽ പത്രം എടുത്താലും ലഹരി കാരണമുള്ള പ്രശ്നങ്ങൾ നമുക്ക് ദിനേന പത്രത്തിൽ കാണാനായിട്ട് പ്രശ്നത്തിലാണ് എന്നാണ് നമുക്ക് യുവതലമുറയിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഈ പ്രശ്നങ്ങളിൽ യുവാക്കള് ടീനേജിനേക്കാൾ കൂടുതൽ, യുവാക്കള് മറ്റു മുതിർന്നവരെക്കാൾ കൂടുതലൊക്കെ അവർ അകപ്പെട്ട് കാണാനുള്ള പ്രധാനമായിട്ടും 4 കാരണങ്ങളുണ്ട്. അവര് ഈ മറ്റുള്ള ഏജിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതലും എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ടീനേജ്, യൂത്ത്, ആ ഒരു ടൈമിലാണ്. ഏറ്റവും കുഞ്ഞ് കുട്ടികൾ, ഇതുപോലുള്ള കുട്ടികളെക്കാളും അതോടൊപ്പം മുതിർന്ന ആളുകളെക്കാളും ഒരു 35 വയസ്സിന് മുകളിലുള്ള ആളുകളെക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ വളരെയധികം എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ആരാണ്? ഈ ടീനേജ്, അതോടൊപ്പം യൂത്ത്, ആ ഒരു ഏജിലുള്ള കുട്ടികളാണ്, ഏജിലുള്ള വ്യക്തികളാണ്. അതായത് അവർക്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 4 കാരണങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ ചെന്ന് പെടാനായിട്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ വളരെയധികം എനർജി തന്നെ, അവർക്ക് ഹൈ എനർജി ആണുള്ളത്. ആ ടൈമിൽ നമ്മൾ ഈ എനർജി, നമുക്കുള്ള ഒരു എനർജി നമ്മൾ എന്തിലേക്കും ഫോക്കസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അതായത് നമ്മളിപ്പോ ഒരുപാട് എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ടൈമാണ്. ആ ടൈമിൽ നമുക്കുള്ള എനർജി നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ അത്രയധികം സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ആര് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നതിൽ കേൾക്കും. നമ്മൾ അത്രത്തോളം അവരുമായിട്ടാണ് അറ്റാച്ച്ഡ്. ഈ ഒരു ടീനേജ്, യൂത്ത്, ആ ഒരു ഏജിൽ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കും. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പേര് പ്രതീക്ഷ എന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ NSSൻ്റെ തന്നെ സ്റ്റുഡൻസിന് ആദ്യം തന്നെ ഒരു സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് പിള്ളേർ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്ത്, അപ്പോൾ ഈ എക്സാം ടൈമിലൊക്കെ അവർ ഇതിന് വേണ്ടിയിട്ട് ടൈമൊക്കെ കണ്ടുപിടിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തതിൽ ആക്ച്വലി കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നും. ആക്ച്വലി അവർക്ക് വേണമെങ്കിൽ അവരുടെ സെൽഫിഷ്നെസ് ആയിട്ട് അവർക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ടൈം യൂസ് ചെയ്യാം. പക്ഷെ അവർ നാടിന് കുറച്ച് നല്ലത് വരണം എന്നുള്ള രീതിയിൽ അവരുടെ കുറച്ച് ടൈം എല്ലാവർക്കും നല്ലത്, ഏതെങ്കിലും ഒരു 1000-ൽ ഒരാൾക്കെങ്കിലും അത് നല്ല ഗുണം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡാൻസ് കഴിഞ്ഞിട്ട് അവരുടെ തന്നെ ഒരു തെരുവ് നാടകമാണ് ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചാലുണ്ടാവുന്ന ദോഷങ്ങളെയൊക്കെ പറ്റി തരുന്ന ഒരു തെരുവ് നാടകമായിരുന്നു.
ബഹുമാനപ്പെട്ട നമ്മുടെ KRGPM സ്കൂളിലെ ബിന്ദു ടീച്ചർ, കൂടെ ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സ്, ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ, പ്രിയമുള്ള എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്നിവിടെ വന്നിട്ടുള്ള നമ്മുടെ ഈ ഏരിയയിലെ രക്ഷിതാക്കളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ. അപ്പോൾ NSSൻ്റെ ഇങ്ങനൊരു പ്രോഗ്രാം, ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയും ക്ലാസ് ഉണ്ടെന്ന് ടീച്ചർ വിളിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് സ്വന്തമായിട്ട് കെട്ടിടമില്ല, ടീച്ചറെ ഹാളിനകത്തൊന്നും സ്ഥലമില്ല, വളരെ ചുരുങ്ങിയ പരിമിതിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു അത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഇത്രയും വെയിലത്ത് കുഞ്ഞുങ്ങൾ നാളത്തെ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എത്ര പേര് ഇത് ഉൾക്കൊണ്ട് നമ്മുടെ ചെറിയൊരു ചലനം ഉണ്ടാക്കാൻ ഇതുവഴി ആകുമെങ്കിൽ അത്രയും നല്ലത്. 1000 പേരില്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഇത് മനസ്സിൽ എടുത്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഈ ഒരു നല്ല സന്ദേശം കൊടുക്കാൻ ഇതിലൂടെ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്നാണ് നമ്മൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഇതുപോലൊരു പ്രോഗ്രാം ജംഗ്ഷനിലുണ്ടായിരുന്നു. ഞാൻ സമയം കണ്ടെത്തി അത് പോയി കാണുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് മനസ്സിലായി, എത്ര നല്ല പ്രോഗ്രാമാണെന്ന് എനിക്കിത് മനസ്സിലാവുകയും ചെയ്തു. എനിക്കിപ്പോൾ ഏറെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചുരുങ്ങിയ പരിമിതിയിൽ ഇതിനെ സെലക്ട് ചെയ്തു. ബിന്ദു ടീച്ചറിനോട് ഭയങ്കര സന്തോഷം, സ്നേഹമുണ്ട്. കാരണം നമ്മുടെ ഈ സ്ഥലം സെലക്ട് ചെയ്തതിനാണ് ഒന്നാമത് എൻ്റെ നന്ദി അറിയിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് എങ്ങും ഓടിപ്പോയി കാണണ്ടായിരുന്നു, ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിച്ചു. 2, സമൂഹത്തിനെയും കുടുംബത്തിനെയും നമ്മൾ ഓരോരുത്തരെയും കാർന്നു തിന്നുന്ന, നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നമ്മുടെ അയലത്ത് ഒരു ഇഷ്യൂ നടക്കുമ്പോൾ, ഞാൻ ഈ ഇടയ്ക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് കിടന്ന് ഭയങ്കര കരച്ചിൽ. ഇവിടെ നല്ല രീതിയാണ് ലഹരി വിമുക്ത പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചത്. പിന്നെ വളരെ നല്ല രീതിയിൽ നൃത്തം അവതരിപ്പിച്ചു. പിന്നെ സ്പീച്ച് നല്ലതായിരുന്നു, നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ്. എൻ്റെ കൂടെ പഠിച്ചത് ഫാത്തിമ. നല്ല പ്രോഗ്രാം ആയിരുന്നു, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അംഗനവാടിയിലെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അംഗൻവാടിയിലെ കൊച്ചു പിള്ളേരൊക്കെ ഇന്ന് നല്ല വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലൊക്കെ ആയിരുന്നു. അവരുടെ പേരൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ അവിടെ അടുത്തുള്ള നാട്ടുകാരെല്ലാം വന്ന് ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പ്രോഗ്രാമായിരുന്നു, നല്ലൊരു മെസ്സേജ് നമ്മുടെ സൊസൈറ്റിയിലോട്ട് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല പ്രോഗ്രാമായിരുന്നു. അപ്പോൾ നമ്മുടെ NSS കുട്ടികളുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് അവർ വൈൻഡപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ അംഗൻവാടിയിലുള്ള ക്രിസ്മസ് സെലിബ്രേഷനാണ് ഈ വർഷത്തെ. അപ്പോൾ അതിനുവേണ്ടി പേരൻസ് സ്റ്റുഡൻസ് എല്ലാം വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്തത് ഇനി കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനെ എല്ലാവരെയും ഒന്ന് അസംബിൾ ചെയ്ത് നിർത്തുകയാണ്.